നിങ്ങളൊക്കെ ഈ ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങളുടെ പരിചയത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലും ഒക്കെ ഉണ്ടോ? ഈ ബുള്ളറ്റിനോട് പലപ്പോഴും ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിനോട് ക്ലാസിക് 350 ആണെങ്കിലും സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണെങ്കിലും ഒക്കെ പ്രത്യേക താല്പര്യം ചില മനുഷ്യർക്കുണ്ട്. വല്ലാത്തൊരു ഇമോഷണൽ ബന്ധമാണ്. പണ്ട് ഫിയറ്റ് കാറിനോടും പത്മിനി കാറിനോടും അംബാസഡർ കാറിനോടും ഒക്കെ ചിലർക്കുള്ള ഒരു താല്പര്യം പോലെ. 26 വർഷം മുമ്പ് താൻ ഉപയോഗിച്ചിരുന്ന ബുള്ളറ്റ് ഒരു സുപ്രഭാതത്തിൽ തൻ്റെ വീട്ടുമുറ്റത്തെത്തിയതിൻ്റെ അമ്പരപ്പിലാണ് പത്തനംതിട്ട കുമ്പഴ സ്വദേശിയായ മുരളി മോഹൻ. അച്ഛൻ്റെ ജന്മദിനത്തിൽ മക്കളാണ് ബുള്ളറ്റ് ജന്മദിന സമ്മാനമായി വീട്ടിലെത്തിച്ചത്. 1974 മോഡൽ ബുള്ളറ്റ് ഇപ്പോഴും പഴയ കണ്ടീഷനിൽ തന്നെയാണെന്ന് മുരളി മോഹൻ പറയുന്നു. നമുക്ക് ആ കഥയൊന്ന് കേട്ടുവരാം. യുവാവായിരുന്നപ്പോൾ താൻ ചെത്തി നടന്ന ആ ബുള്ളറ്റ് 26 വർഷങ്ങൾക്ക് പുറം തന്റെ കൈവശം വീണ്ടും എത്തുമെന്ന് മുരളി മോഹൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മൂത്ത മകൻ അമ്മൻ കൃഷ്ണയെ ബുള്ളറ്റിൽ ഇരുത്തിക്കൊണ്ടുള്ള ഫോട്ടോ മക്കളെ മുരളി മോഹൻ കാണിക്കുമായിരുന്നു. 1999 വിദേശത്ത് ജോലിക്കായി പോയപ്പോൾ ബുള്ളറ്റ് വിറ്റു. പഴയ ആ ബുള്ളറ്റ് അച്ഛന്റെ കൈവശം തിരികെ എത്തിക്കണമെന്ന് മക്കൾ ആഗ്രഹിച്ചു. മലപ്പുറത്ത് ഒരാളുടെ കൈവശം ബുള്ളറ്റ് ഉണ്ടെന്ന് കണ്ടെത്തി. ആവശ്യം പറഞ്ഞപ്പോൾ നല്ല മനസ്സോടെ മലപ്പുറത്തുകാരൻ ബുള്ളറ്റ് മക്കൾക്ക് നൽകി. ജന്മദിനത്തിൽ മകൻ അഖിൽ കൃഷ്ണമോഹൻ ബുള്ളറ്റ് വീട്ടിലെത്തിച്ചു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചുമ്മാ ഇങ്ങനെ മക്കളുടെ അടുത്ത് ഇങ്ങനെ പഴയ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഈ വണ്ടിയുടെ കാര്യം പറയുകയും ഇതിന്റെ ഫോട്ടോ എടുത്ത് കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവരുടെ മനസ്സിൽ അതൊരു ആഗ്രഹം പോലെ അവരിലും അത് ഇങ്ങനെ ആയി. ചങ്ങനാശ്ശേരിയിൽ ആരോമൽ എന്ന മെക്കാനിക്കാണ് ബുള്ളറ്റ് കണ്ടീഷൻ ആക്കിയത്. ബുള്ളറ്റിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ. ബുള്ളറ്റ് അച്ഛന്റെ കൈവശം തിരികെ എത്തിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. മകൻ അഖിൽ കൃഷ്ണമോഹൻ പറഞ്ഞു. വണ്ടി നമ്പർ ഓർമ്മയുണ്ടായിരുന്നു. അച്ഛൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വണ്ടി ആയതുകൊണ്ട് ഇപ്പൊ ആദ്യം നമ്പറാ ശ്രദ്ധിച്ചേ. അപ്പൊ മനസ്സിലായി വണ്ടി ഭയങ്കര ഹാപ്പിയായിരുന്നു, ഇമോഷണൽ ആയിരുന്നു. അന്ന് ബുള്ളറ്റ് അപൂർവമായിരുന്നു. സിനിമാ തിയേറ്ററിലൊക്കെ ബുള്ളറ്റിൽ പോകുമ്പോൾ അന്നത്തെ ചെറുപ്പക്കാർ ആരാധനയോടെ ബുള്ളറ്റിനെയും തന്നെയും നോക്കുമായിരുന്നുവെന്ന് മുരളി മോഹൻ പറയുന്നു. അന്ന് വണ്ടിയുടെ വേറൊരു കളറായിരുന്നു, ഒരു സിൽവർ ഗ്രേ ആയിരുന്നു. അത് കണ്ടിട്ട് കുറെ ചെറുപ്പക്കാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ വണ്ടി കാണാനും. പഴയ ബുള്ളറ്റിന്റെ പവർ അത് വേറെ ലെവലാണെന്ന് മുരളി മോഹൻ പറയുന്നു. ഇനി ഈ ബുള്ളറ്റ് ഒരിക്കലും കൈവിടില്ലെന്നാണ് മുരളി മോഹൻ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.